എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറയും, ഞങ്ങൾ ഗൾഫിലാണിപ്പോൾ, ഞങ്ങൾ അച്ഛനും അമ്മയും വേറെ കാസ്റ്റിൽ നിന്നാണ് കല്യാണം, ഇപ്പം ഈഴവരും നായന്മാരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം ഞങ്ങൾ ഏതാണ് കുലദേവത വരിക, ഞങ്ങളുടെ കുലദേവത ഏതാണെന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട് പലരും. ഇപ്പം ഞാനൊരു കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കണം, പഞ്ചാക്ഷരി മന്ത്രം ദിവസവും ഉപാസിക്കണം. നിങ്ങളുടെ കുലദേവത നിങ്ങൾ കണ്ടെത്തും. നിഷ്ഠയോടെ ചെയ്യണം ഇത് 2 നേരം എന്ന് പറയാറുണ്ട്. ഒരു എഫർട്ടും എടുക്കാതെ ഞാൻ തന്നെ അവരുടെ കുലദേവത കണ്ടെത്തി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. പറ്റുമായിരിക്കാം, ജാതകം നോക്കിയാലും സാധിക്കും ചിലപ്പോൾ, ഒരു പക്ഷേ ഒരു പരിധി വരെയൊക്കെ പൂർവികരോട് ചോദിച്ച് മനസ്സിലാക്കാം. ചിലരാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ് പൂർവികരിൽ നിന്നും. കാരണം ഈഴവരും നായന്മാരും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ പലർക്കും അവിടെ ഏത് കുലമാണെന്നും പിന്നെ പറ്റിപ്പോവും, മാറിപ്പോവും, അവർക്കത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ളവർ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും 2 നേരം വിളക്ക് വെച്ച് ലളിതാ സഹസ്രനാമം ചെയ്യുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, രാമനാമം എഴുതാൻ പറയും എല്ലാവരോടും. ഞാൻ ശ്രീരാമനാമം എഴുതാൻ പറയും, അത് വേറൊരു കാര്യത്തിലാണ്. അപ്പോൾ ഇത് 3 ചെയ്തിട്ട് ഒരു 4-5 പേര് എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു, അവർക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഒരു പരിചയക്കാരൻ്റെ കുടുംബത്തിൽ പോകേണ്ട ഇട വന്നു, അവിടെ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ ഇവരിങ്ങനെ താമസിച്ചിരുന്നു, അങ്ങനെ പല കണക്ഷൻ വന്നിട്ട് അവർ കണ്ടെത്തിയതൊക്കെ പറഞ്ഞു എന്നോട്.